ആളുകളെ പ്രാർത്ഥന മതി നമുക്ക്. സത്യസന്ധമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഈ ബ്രാൻഡിങ്ങിലൊക്കെ ഞാൻ എന്റെ ടീമിനോട് ഇപ്പൊ പുതുതായിട്ട് ഞങ്ങൾ തുടങ്ങുമ്പോൾ പറയുന്നത് അല്ല, അഫോർഡബിൾ എന്നോ പ്രൈസ് കുറവെന്നോ ശരിക്കും നിങ്ങൾ കൊടുക്കണ്ട. നമ്മളെപ്പോഴും ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലുള്ള പോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ബേസിക്കലി ഇല്ല. സ്റ്റാഫിന്റെ അടുത്ത് വരും നമ്മുടെ അടുത്ത് റേറ്റ് കൂടുതലാണ്, എനിക്കത് അംഗീകരിക്കാനും പറ്റില്ല. PVC-യിൽ 0.7 ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാർഡ്ലി 35.4 കിലോ വെയിറ്റ് വേണമെന്നാണ് 17. എന്താണ് ഷെമീർക്ക നിങ്ങളൊന്നും കാണാൻ കിട്ടില്ല. നമ്മളൊരു സെക്കുവന്റെ ഒരു മീറ്റിംഗ് വരെ നിങ്ങളെ കിട്ടണമെങ്കിൽ തന്നെ രണ്ടാളും പ്രൊഡക്ഷന്റെ സൈഡും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയത് സെക്കുവന്റെ ഒരു പരിപാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആവാനും തമ്മിൽ കുറച്ച് കച്ചവടം പറയാനൊക്കെ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത് കാണാൻ കിട്ടൂല. ശരിയാണ്. നമ്മള് ബി സ്കൂളില് നമ്മള് MBA എക്സിക്യൂട്ടീവ് MBA ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മള് തുടർച്ചയായിട്ട് നമ്മള് കുറെ മാസങ്ങളോടെ നമ്മള് MBA നമ്മളൊരു 1 വർഷം 2 വർഷത്തോളം നമ്മള് ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കൂട്ടായ്മ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിന് പുറത്തെ നമ്മള് സൊക്കുവ എന്നുള്ളൊരു കൺസോർഷ്യം നമ്മള് ഫോം ചെയ്യുന്നത് അല്ലെ. അതിപ്പോ അതുകൊണ്ട് നമുക്ക് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സാധനം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ പെയിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളെ അതേപോലെ പെയിനുള്ള ആളുകളോടാണ്. അതായത് ഇപ്പോ നമ്മളെല്ലാരും കച്ചവടക്കാരാണ്. കച്ചവടത്തിൽ എന്തായാലും ഒരുപാട് പെയിൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി നമ്മളൊരു കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലേക്ക് വരുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലിന്റെ അപ്പുറത്തേക്ക് അല്ല പലരും നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ 10-40 ആളുകളുണ്ട്. പലരും പല ഇൻഡസ്ട്രി എന്നുള്ള ആളുകളാണ്. അപ്പൊ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും പല മുന്നോട് പറഞ്ഞ പോലെ അവർ പെയിൻ ഉണ്ടല്ലോ അല്ലെ. പല ആളുകൾ എന്തൊക്കെ അവർ ആ ഒരു വർഷങ്ങളായിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ കാര്യങ്ങൾ. ശരിക്കും നമ്മള് ബി സ്കൂളിൽ നമ്മള് എക്സിക്യൂട്ടീവ് MBA ഒപ്പം ഇരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മള് 3 ആളും സെയിം ഫീൽഡാണ്. സാധാരണഗതിയിൽ പുറത്താണ് നമ്മൾ ഒരുമിച്ച് ഇരിക്കൂല. പക്ഷെ ഇവിടെ നമ്മളെ തോട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ. ഒരേ ഇൻഡസ്ട്രിയിലെ ആളുകൾ മാത്രല്ല നമ്മള് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ്സും കൂടെയാണ്. കൂട്ടായ്മയുടെ ഒരു പവർ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി മനുഷ്യന്മാരെല്ലാരും സാധുക്കളും നമ്മളെ ഈഗോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ല അതൊക്കെ അത് ഇതിന്റെ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ പാലക്കാട് നമുക്കൊരു ടഫിന്റെ ഫാക്ടറി ഉണ്ട്, ട്രൂ ടഫ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് ഇതിന് മുന്നേ പ്ലൈവുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മള് ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ ഗ്ലാസ് ഹോൾസെയിലാണ്. അപ്പോ ഞങ്ങള് ഈ സെയിം ഫീൽഡിൽ നിന്നുള്ള ഇപ്പൊ തൃശ്ശൂരുള്ള ആളുടെ മക്ബൂൽ നമ്മളൊരു പാർട്ണർ, ഒരാള് കാലിക്കറ്റ് നിന്നുള്ള ഗ്ലാസ് ഹോൾഡർ ഇരുന്നത്. ഞങ്ങൾക്ക് മാർക്കറ്റിൽ എല്ലാ ഏറ്റവും കൂടുതൽ കോമ്പറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഈ ബിസിനസ് ഒക്കെ അങ്ങനെ വേണമെങ്കിൽ കൂടിയും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡീപ്പാണ്. ആരെ മനസ്സിലൊരു കളങ്കമില്ല. എല്ലാവരും ഒരേമാതിരി നമ്മള് ഭയങ്കര ഒരു അങ്ങനത്തെ 3 ആള് കൂടി ചേർത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇന്നിപ്പോ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ളൊരു ഫാക്ടറി ടഫ് ഉണ്ടായി. അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു മനസ്സിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ ആ ലെവലില് വിടുക, നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ്. അതെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഫൈസൽ സാർ നമ്മളെ ക്ലാസ്സിലേക്ക് പറയാറുണ്ട്. ഇപ്പോഴും ഫൈസൽ സാർ പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ശരിക്ക് 2 ആളെ കൂടി കല്യാണം കഴിപ്പിക്കണം എന്നാ പറയുന്നത്. സെയിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകൾ തമ്മിൽ ശരിക്കും അതിലുള്ള ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ കുറച്ച് 14 വർഷമായിട്ട് ഈ പിന്നെ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് 25 ഇയേഴ്സ്, 25 വർഷത്തോളം. പിന്നെ 35 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏജ് ഒരുപാട് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഷിയാബായിനെ സംബന്ധിച്ചിടത്തോളം 16 വർഷം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ എക്സ്പീരിയൻസ് കൊളാബറേഷനിൽ ഈ 15, 25, 15 കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് വരിക. 50-60 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ കയ്യിൽ. ഇതിൽ എക്സ്പീരിയൻസിന്റെ ഒപ്പം തന്നെ ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ടാവും. ഒരു പ്രശ്നത്തിന് എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എങ്ങനെ കൊണ്ടുപോകാം. എന്നെക്കാളും ബ്രാൻഡിങ് ഒരു ഐഡിയാസ് ഷമീർക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ കുറെ ആസ്പെക്ട്സ് അറിയാം. പക്ഷെ ഞാൻ പ്യൂർലി മാനുഫാക്ചറിങ് ആണ്. അപ്പൊ എനിക്കതൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് നോളജ് കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പുതിയ സംഗതികൾ കൊണ്ടുവരാൻ പറ്റും.
അങ്ങനെ കുറെ ഹെൽപ്പുകൾ തന്നെ. മാനുഫാക്ചർ ആണെങ്കിൽ പോലും അയാൾ ഒരു റീറ്റെയിലറെ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു വ്യൂവിൽ നിന്നിട്ട് വേണം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. ശരിക്കും അങ്ങനെ ഒരു കൊളാബറേഷൻ വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് ശരിക്കും മാർക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. ഇപ്പോ ഞാനിപ്പോ റീസെന്റ് ഇപ്പോ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ഹോൾസെയിൽ സെഗ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെ ബി സ്കൂള് പോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വക്കുവ പോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയ കുറെ സജഷൻസും ഞാനിപ്പോ നിങ്ങളായിട്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കലുണ്ട്. നമ്മൾ തമ്മിലുള്ള റിലേഷന്റെ മേലെ നിങ്ങളുടെ അടുത്ത് ഈവൻ ടേൺ ഓവർ അടക്കം ഓപ്പൺ ആയിട്ട് എന്നോട് സംസാരിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാല് ഇതിൽ കിട്ടുന്ന ഒരു അല്ല അതൊന്നും നമുക്ക് മറച്ചേക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്കത് ഓപ്പൺ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വലിയ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ശരിക്കും. നമ്മള് ഈ ഒരു ഒരുമിച്ച് ഇരിക്കൽ തന്നെ പ്ലാറ്റ്ഫോമിന്റെ ഒരു അല്ല നമ്മൾ ഓരോ കാര്യങ്ങള് മറ്റൊരാളോട് കൂടുതൽ ആളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറെ എന്താ പറയാ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യല്ലേ. ഇപ്പോ ഞങ്ങളിപ്പോ എനിക്കിപ്പോ 25 വർഷം എക്സ്പീരിയൻസ് ഇപ്പോ ഇതൊരു അല്ലെ 10-12 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ. അപ്പൊ അതിൻ്റെതായ ഒരു കുറെ കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ ഒരാൾക്ക് പറയുമ്പോൾ അത് തിരിച്ചു കിട്ടോ, അത് രണ്ട് രീതിയിലും നമുക്കത് കിട്ടും ഭയങ്കരമായിട്ട്. പലരോടും ഇപ്പൊ ഷെയർ പറഞ്ഞ പോലെ തന്നെ പലരോടും വ്യൂ പലർക്കും പല രീതിയിലേക്കാണ് അല്ലെ ചിന്തകളും നമ്മളെ പിന്നെ പെർസ്പെക്റ്റീവ് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഷെയർ ചെയ്യുമ്പോ അതിന്റെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും ഷമീർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഷമീർക്ക് ചിന്തിക്കുന്നത് ഒരിക്കലും ഷാബായിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫിംഗർ എന്താണോ പാംസ് എന്താണോ അതുപോലെ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ അലൈൻ ചെയ്യുമ്പോ കിട്ടുന്നതാണ് ശരിക്കും ബ്ലാസ്റ്റിംഗ്. അല്ല ഓരോരുത്തരും വന്ന വഴി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഷെയറിങ് വരുമ്പോ അത് പല രീതിയിൽ പലർക്കും ഉപകാരപ്പെടും. ഫാമിലി ലൈഫിലാണെങ്കിലും ഞാനൊക്കെ എന്റെ പല ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോ ചില ഫ്രണ്ട്സ് എത്ര ബിസി മാൻ ആണെങ്കിലും കൂടെ അവര് ഫാമിലിന്റെ അടുത്ത് ഭയങ്കര കൂളായിട്ട് ഫാമിലിയിലെ ഭയങ്കര പിന്നെ നല്ല രീതിയിൽ ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. എന്നിരുന്നാൽ വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാര് ഫാമിലിനെ കാണുന്ന പോലും ഇല്ലാതെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഇത് രണ്ടും ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഏത് രീതിയിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു ടീം പെട്ട ആളേന് ഞാനൊക്കെ ഫസ്റ്റ് എനിക്ക് പറയുന്നത് വെച്ചാൽ 10-12 മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഫോൺ കോൾസ് എപ്പോഴും വരും. നമ്മള് ഫാമിലിന്റെ ഒപ്പം പോയാലും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയാല് ഞാനൊരു ഭാഗത്തിരുന്ന് ഫോൺ ചെയ്യും, വൈഫ് അവിടെ ഇരിക്കും, മക്കളവിടെ ഇരിക്കുന്നല്ല, സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ എക്സിക്യൂട്ടീവ് MBA പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം സ്ട്രെച്ചറിങ് ഒക്കെ ചെയ്തപ്പോ നമ്മളെ പിന്നെ ഡെലിഗേഷൻ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നടന്നുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഫ്രീ. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി ഈസി ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ഒരു അപ്ഗ്രേഡേഷനും അല്ലെങ്കിൽ നമ്മളൊരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളെ സ്വഭാവമായിട്ട് നമ്മൾ ഫ്രീ ആവണം. അല്ലേ നമ്മളിതിനെ ലീഡ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ നമ്മള് വരുന്ന തോട്ടുകൾ ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് നമ്മളെ കമ്പനി ശരിക്കും ഗ്രോ ചെയ്ത് പോവുക. അല്ല നമ്മളിതിൽ ഫുള്ള് ബിസി ആയിട്ട് ഫുള്ള് അതിന്റെ ബാക്കിൽ ഓടി ഇത് ചെയ്യുന്ന കമ്പനി സ്റ്റേജിലേക്ക് നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിയൂല. സിഇഒനൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിന്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു, എന്തിനാ ഇത്രയും പിന്നെ ഈ സ്ട്രക്ചറിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം. ഓപ്പറേഷനിലുള്ള നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നത് ശരിക്കും ഇന്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാല് ശരിക്കും ഇന്റെ ഒരു സ്ഥാപനത്തിനെ ഒരു സിഗ്നേച്ചർ ആക്കണം ഇന്റെ ഇൻഡസ്ട്രിയിൽ എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ആ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് കുറെ സ്റ്റാഫ് സപ്പോർട്ട് വേണ്ടി വരും. അത് നമുക്ക് ഫ്യൂച്ചറിലായിരിക്കും നമുക്ക് അല്ലേ. അതെന്താ അറിയോ, നമ്മളൊരു കാര്യം പിന്നെ ഇപ്പൊ ഇതെല്ലാം നമ്മളെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ വരുന്നത് നമ്മളൊരു എന്താ പറയാ ചിന്തയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ അത് മുന്നോട്ട് നയിക്കണം എന്നൊക്കെ എല്ലാം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് അറിഞ്ഞോളണമെന്നില്ല എന്താണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പലർക്കും പലതും പറയാനുണ്ടാവും. പക്ഷെ നമുക്കത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയണത് ഞാൻ ഒരാളെ ഇതിന് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ നിൽക്കലില്ല. എനിക്കൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാ തോന്നിക്കഴിഞ്ഞാൽ ഞാനത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധാരണ പതിവ്. ഒരാളെ ഒരു അഭിപ്രായത്തിന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും, പറയാൻ പറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷെ അത് ഏകദേശം എന്റെ ഡിസിഷൻ എടുത്തോടത്തോളൊക്കെ ഞാനത് എന്താ പറയാ ഒരു പോസിറ്റീവ് സൈഡിലേക്ക്
നിങ്ങളിപ്പോ ഈ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ ഇൻഡസ്ട്രിയിൽ നമ്മൾ കുറെ ഡിസിഷൻസ് എടുക്കലുണ്ട്. 100% ഒരിക്കലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഓണ്ടർപ്രണർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തായാലും ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ മിസ്റ്റേക്സിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓവർകം ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയല്ലേ. അല്ല നമ്മളിത് ഒരു സ്ഥലത്ത് നമ്മളൊരു ഫെയില് വരുമ്പോ ആ ഫെയിലാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശരിക്കും ഒരു വീഴ്ചകൾ വരണം. വീഴ്ചകൾ വരുമ്പോഴാണ് അപ്പൊ അവിടെ നമുക്കൊരു ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നേരത്തെ ഷെമീർക്കിനോട് സംസാരിച്ച സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ കമ്പനിയിൽ നിന്ന് സ്റ്റാഫോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ത്രെറ്റനിങ് വരുന്ന സമയത്താണ് നമ്മള് ആ ഏരിയ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. അതുവരെ നമ്മൾ സേഫ് സോണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു വിഷയം വരുമ്പോ മാക്സിമം 2-3 ഡേയ്സ് നമ്മളൊന്ന് ഡൗൺ ആവും. ലൈക്ക് എന്റെ ഒരു നേച്ചർ അതാണ്, ഒരു 2-3 ഡേയ്സ് നമ്മളൊന്ന് ഡൗൺ ആവും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനെ എങ്ങനെ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അപ്പം മുതൽ നമ്മൾ. അല്ല, അവിടെ ഒരു സംഭവം നമുക്കൊരു ഫെയില് വരുമ്പോ നമ്മളെ ബ്രെയിന് പിന്നെ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ഞാൻ പറയാം, ഇപ്പൊ ക്യാപിറ്റൽ തുടങ്ങിയതിനു ശേഷം നമ്മൾ 6 വർഷത്തോളം ക്യാപിറ്റൽ തുടങ്ങി. എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്ത് പോയിപ്പോ. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നമ്മൾ എടുക്കുന്ന, ചിലപ്പോ 1 വർഷം കൊണ്ടൊന്നും ചിലപ്പോ ഒന്നും ആവൂല. അതിപ്പോ ചിലപ്പോ വർഷങ്ങൾ 5-6 വർഷം കൊണ്ടൊക്കെയാണ്, ചിലപ്പോ 10 വർഷം തന്നെ ഒരു ബ്രാൻഡ് ശരിക്കും ഡെവലപ്പ് ചെയ്യാനൊക്കെ. ത്രെട്ടനിങ് കേസ് ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നായാലും ചിലപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും ഒരുപാട് ത്രെട്ടനിങ് നമുക്ക് ഒരുപാട് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തണോണ്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. ഞങ്ങൾക്കിപ്പോ എനിക്കുള്ള എല്ലാ ഫേംസിലും വേറെ വേറെ പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഈ സ്റ്റാഫിന്റെ ത്രെട്ടനിങ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ സ്ട്രക്ചർ ചെയ്താല് അതിൽ കറക്റ്റ് SOPസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാല് അത് നമുക്കൊരു ശരിക്കും ഭീഷണി അല്ല. നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താല് പിന്നെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ മൂഡ് ഓഫ് 2-3 ഡേയ്സ് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് ഈസിലി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് വെച്ചാല്. അപ്പൊ ശരിക്ക് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എനിക്കും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ A to Z കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളത് പലരും എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ഈ കോഴ്സ് പഠിച്ചതിന്റെ ശേഷം ഇതേത് പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തിന് ഇവരൊക്കെ വെക്കണം, ഓവർഹെഡ് എക്സ്പെൻസ് കൂടുതലല്ലേ. സ്വാഭാവികമായിട്ട് ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ വലിയൊരു വിഷയമാണ് ഈ ഓവർ ഹെഡ്. നമ്മൾ എപ്പോഴും ആകെ എക്സ്പെൻസ് കുറക്കാൻ പറ്റിയതിൽ മാത്രമാണല്ലോ. റോ മെറ്റീരിയലിലോ മറ്റേലൊന്നും നമുക്ക് ഒരു പരിധിന്റെ അപ്പുറം കുറക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സ്ട്രക്ചറിങ് ഞാൻ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എനിക്ക് മാർക്കറ്റ് എക്സ്പാൻഷൻ ആയാലും ബിസിനസിന്റെ എക്സ്പാൻഷൻ ആയാലും വളരെ ഈസി ആയി. കാരണം എനിക്ക് അതിലൊന്നും ഓപ്പറേഷണൽ ചൊറകളൊന്നും മൈൻഡ് കൊടുക്കണ്ട. എനിക്ക് എങ്ങനെ മാർക്കറ്റ് എവിടേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് എന്താണ്, ട്രെൻഡ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടുണ്ടാകാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ശരിക്കും ഇപ്പോ ഞാൻ എന്റെ വളരെ ക്ലോസ്ലി ഉള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പൊ നിങ്ങളെ ഫ്യൂച്ചറിൽ നിങ്ങളെ മക്കളെ ബിസിനസ് നിങ്ങൾ ഇറക്കോ, ഷമീർക്ക് ഇറക്കോ, ഷബൈ ഇറക്കോ? എനിക്ക് അതിൽ മനസ്സിലാണ് സംഗതി. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ആയിരിക്കും സെയിം ഇൻഡസ്ട്രീനെക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മക്കള് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവര് അന്നത്തെ എന്താണ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഇന്നിപ്പോ പ്ലൈവുഡ് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്, റിക്വയർമെന്റ് ഉണ്ട് മാർക്കറ്റിൽ. പക്ഷെ ഞാൻ അവരെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് AI അല്ലെങ്കിൽ റോബോട്ടിക്സിലേക്കോ ഒക്കെ പോകണം. അന്നത്തെ എന്താണ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അതിലേക്ക് നിങ്ങൾ പഠിച്ചു ചെല്ലി. ഇത് അൽഹംദുലില്ലാ നമുക്ക് കഴിയുന്ന കാലത്തോളം നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. ഞാൻ എന്റെ വൈഫിനോടാണെങ്കിലും എന്റെ ഫാമിലിയുടെ അടുത്താണെങ്കിലും ഒക്കെ ഞാൻ എന്റെ മക്കള് രാവിലെ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളോട് പറയുന്നത് പോകണ്ട. ലൈക്ക് അവർക്ക് സന്തോഷം കിട്ടണത് സ്കൂളിൽ പോയിട്ട് അവർക്ക് സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. പിന്നെ നമ്മളെ സ്കൂളിങ് ഒരുവിധം നമ്മൾ പഠിച്ച കാലം തൊട്ടിട്ട് തന്നെ എല്ലാം കാണാതെ പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഞാൻ അതിനേക്കാളും കൂടുതൽ കുട്ടികളെ ഐഡിയക്ക് വിടുക ചെയ്യാം. അതായത് ഇപ്പൊ കുട്ടികൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ മക്കളോട് പറഞ്ഞത് എന്താ വെച്ചാല് അവര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാ അത് നിങ്ങൾ ചൂസ് ചെയ്യ്. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്താ വെച്ചാൽ അവരെ ബ്ലഡിൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ മോളാണെങ്കിലും മോനാണെങ്കിലും മോളിപ്പോ BBA ഒക്കെ പഠിക്കണ്, മലേഷ്യയിൽ BBA ഒക്കെ പഠിച്ചിട്ടുണ്ട് IUM-ല്. ഓക്കെ, അവള് ബ്ലഡിൽ അതുണ്ട്. അവള് BBA പോണതിന് മുന്നേ ഇപ്പൊ SLC കഴിഞ്ഞ തന്നെ അവള് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. അതുപോലെ എന്റെ താഴെ 2 ആൺകുട്ടികൾ, അവളെ താഴെ 2 ആൺകുട്ടികളുണ്ട്. ഇപ്പൊ അതിന്റെ താഴെ നേരെ പിന്നെ അവന്റെ ബ്ലഡിൽ അതുണ്ട്. കാരണം ഞാൻ അറിയാം ഇപ്പൊ അതിന്റെ പേര്
ഇപ്പൊ +1 അല്ലെങ്കിൽ SLCന്റെ സമയത്തിന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവൻ പറയുന്ന കുറെ തോട്ടുകളുണ്ട്. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കും ഇതൊക്കെ എവിടുന്ന എനിക്ക് വരുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക്. ആ ഇത് ബേസിക്കലി ഇങ്ങളെ ഇന്നർ തോട്ടാണ് മക്കള് പുറത്തേക്ക്. റീസൺ എന്താന്ന് വെച്ചാല് അവര് ചെറുപ്പം മുതലേ കേട്ടോണ്ടിരിക്കും. നമ്മള് ചെയ്യുന്നതും പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജോലി ചെയ്യാ എന്നുള്ളത് നമ്മള് പാരന്റിങ് ആണെങ്കിലും ഒരു പരിധി വരെ മക്കള് നമ്മൾ എന്താണോ ചെയ്യണത് അതിനെന്തായാലും അവര് കോപ്പി ചെയ്യും. ആ കോപ്പി ചെയ്തിട്ട് നമ്മൾ അതിനെ നമ്മളിനെക്കാട്ട് എത്രത്തോളം പെർഫെക്റ്റ് അവർക്ക് ആക്കാൻ പറ്റും അതിനുള്ള സാധ്യതകൾ അല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പിന്നെ സജഷൻസും ഇൻഫോർമേഷൻസും ഒക്കെയാണ് അവരെ ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ നമുക്കത് ടെക്നോളജിയിൽ എന്തറിയാം. അതായത് ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ ടെക്നോളജിയിൽ കളിക്കുന്നതിന്റെ 25% പോലും നമുക്ക് അത്രത്തോളം നമുക്കത് കിട്ടൂല. നമ്മള് ഒരു പരിധി വരെ മറ്റേ സ്വിച്ച് ഫോണിൽ നിന്ന് നേരെ നമ്മളെന്തോ വിപ്ലവം സൃഷ്ടിച്ച പോലെ ഞങ്ങൾക്ക് താഗ ഗ്രൂപ്പിന് ശരിക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. ഇപ്പൊ ഫുഡിന്റെ സ്നാക്സിന്റെ ഒരു മാനുഫാക്ചറിങ്. അപ്പൊ ശരിക്കും അതിന്റെ പൗച്ചിന്റെ ഡിസൈനിങ്ങും പിന്നെ അതിൽ ഫ്ലേവർ മിക്സിംഗും ഒക്കെ ഞാൻ ഫസ്റ്റ് അഭിപ്രായം ചോദിക്കല് കുട്ടികളോടാണ്. എന്റെ മക്കളായാലും എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കളായാലും ഫാമിലിയിലെ മക്കള് സ്റ്റാഫിന്റെ മക്കൾ ഈ മക്കളെ അഭിപ്രായം ആരാണ്. കാരണം അവരാണ് നാളെ ഇത് കഴിക്കാനുള്ളത്. അടുത്തൊരു ജനറേഷൻ നമ്മുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങാനുള്ളത് ശരിക്കും അവരെ. കാരണം സ്നാക്സ് ഒക്കെ ഈ ഒരു ഏജിൽ ഇപ്പൊ നമ്മളെ ഏജിലുള്ളവരൊക്കെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവും, പക്ഷെ അത് ഒരു സ്റ്റാൻഡേർഡ് സാധനങ്ങളെ വാങ്ങുള്ളൂ. പുതിയ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ശരിക്കും നമ്മളെ മക്കളോട് ചോദിച്ചാൽ ഒന്നുകൂടി നല്ല സജഷൻസ് അവരുടെ അടുത്ത് നിന്ന് വരാറുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോ എന്റെ കസിന് കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ് ഗ്ലാസ്കോ ട്രേഡേഴ്സിൽ. ലൈക്ക് അവന് പുറത്തേക്ക് അബ്രോഡ് പോകാനുള്ളതാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതാ. അപ്പൊ ഞങ്ങളൊരു 10 പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പരിപാടി അതിന്റെ ഒരു സ്ട്രക്ചറിങ്ങിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അത് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ ആഡ് എങ്ങനെ പോകണം, ഒരു യങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഈ സാധനം ഇവർക്ക് ഏത് രീതിയിൽ ഇപ്പൊ ഗ്ലാസ്കോന്റെ പിന്നെ ആഡിലൊക്കെ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മള് കുറച്ചും കൂടി മറ്റേ ഒക്കെ ആഡ് ഒക്കെ പിന്നെ ചെയ്തിട്ടുള്ള കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്ക് അവര് തന്ന ഇൻപുട്സ് ആണ്. നമ്മളെ തലയിൽ അതില്ല. നമ്മൾ പണ്ടും അന്നും പറയുന്നത് ഞങ്ങൾ ക്വാളിറ്റി പ്ലൈവുഡ് വെക്കും, ആ ഒരു കോൺസെപ്റ്റിലാണ് ഇതിലേക്ക് വരുമ്പോഴാണ് ഇത് മറ്റുള്ളവർ ഏത് രീതിയിൽ നോട്ടീസ് ചെയ്യും. ഇനി ഇവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അതായത് നമ്മളെ ഒരുപാട് ജൂനിയേഴ്സ് ആണ് ഇനി ഒരു വീട് എടുക്കാനുള്ളത്, കല്യാണം കഴിക്കാനുള്ളത്, അവരെ വീടാണ്, റൂമാണ്. ഇനി അവരെ അഡ്രസ് ചെയ്തിട്ടാണ് ഈവൻ നമ്മൾ ബ്രാൻഡ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും എല്ലാം. മറ്റേത് നമ്മൾ പണ്ട് മുതലേ എന്താണോ ചെയ്തു വെച്ചത് അന്ന് നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ശേഷം ഒരുപാട് അപ്ഡേറ്റ് ആയി. അല്ല ഇന്ന് എല്ലാ വീടുകളും കുട്ടികളാണ് ശരിക്കും ഡിഷ് എടുത്ത് പോകുന്ന കുട്ടികൾ തന്നെയാണ്. എടുക്കണം, അതിന്റെ കളർ മേടിക്കണം, അതിന്റെ കളർ ഏത് വേണം, സൺറൂഫുള്ള വണ്ടി വേണം, അതില് കളർ എന്നൊക്കെ തീരുമാനിക്കുന്നത് മക്കളാണ്. അതേപോലെ ഇപ്പൊ ഒരു വീടിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പൊ മക്കൾ തന്നെയാണ്. ഇപ്പൊ നമ്മളെ കമ്പനിയിൽ നമ്മൾ VR പിന്നെ ചെയ്യുന്നുണ്ട്. VR ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് ഇത് വിഷ്വലി കണ്ടിട്ടാണ് അത് ഇനി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുള്ളൂ. ഇപ്പൊ മറ്റേ നമുക്ക് വിനീർ എന്താണ്, പ്ലൈവുഡ് എന്താണെന്നൊക്കെ അവരെ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറുകയാണ്. നമ്മൾ ടെക്നോളജിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ഈ ഒരു സംഗതിയിൽ ഇപ്പൊ നമ്മള് പുതിയ ഈ മാർക്കറ്റിന്റെ ട്രെൻഡ് ഉണ്ടല്ലോ, ഇതിപ്പം ശരിക്കും മക്കളെ ഭാഗത്തുനിന്ന് ഒരു ബ്രാൻഡ് സജഷൻ കൂടിയും വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2009 ഡോറ് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബ്രാൻഡിങ്ങിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഈവൻ 10 years കഴിഞ്ഞിട്ടും ഞാൻ ബ്രാൻഡിങ്ങിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം മാർക്കറ്റ് ഫുൾസിങ് ആണ്. കാരണം മാർക്കറ്റിലൊരു പിന്നെ റെഡിമെയ്ഡ് സൈസിൽ ഇപ്പൊ ഇന്ന് മെഷർമെന്റ് തന്നാല് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഡോറ് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫുൾ ഓർഡേഴ്സ് ആയിരുന്നു. പക്ഷെ ബ്രാൻഡിങ്ങിൽ അന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ വന്നപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്ത്. ഇപ്പൊ മക്കളൊക്കെ പറയുന്നത് പിന്നെ മാർക്കറ്റിൽ അറിയുന്ന സാധനങ്ങളെ അവർ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ മാർക്കറ്റിൽ എന്ത് വാങ്ങാൻ പോയാലും അവർക്ക് അത്യാവശ്യം ആഡിലൂടെയോ മറ്റൊക്കെ കണ്ട പേരുകളെ അവർക്ക് ശരിക്ക് അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ. മറ്റത് ഒരു സെമി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ലോക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് പോയത്. ഇപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് ബ്രാൻഡിങ്ങിൽ
എക്സ്പെൻസ് ചെയ്ത ആളാണ്, ഒരുപാട് സ്പെൻഡ് ചെയ്ത ടീമാണ്. രണ്ടാമത് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പോകാൻ നിൽക്കുക. അത്യാവശ്യം ബ്രാൻഡിങ് നിങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കോവിഡ് ഒക്കെ സംബന്ധിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ രണ്ടാമത് നമ്മൾ ബ്രാൻഡിലേക്ക് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് ഇപ്പോ നമ്മളെ ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ പ്ലൈവുഡിന്റെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സാധനമാണ്, അതായത് പ്രൈസിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് മെറ്റീരിയല് പിന്നെ അനലൈസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ബേസിക്കലി ഇപ്പം ഷമീർക്കായിക്കോട്ടെ, ഇപ്പൊ ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നമ്മളൊക്കെ ഒരു പരിധി വരെ നമ്മളെ ബ്രാൻഡിനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് നമ്മളെ ബ്രാൻഡ് നമ്മൾ ഒരിക്കലും അതിനെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് അതിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രസ്റ്റ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മള് വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതല്ലോ. നമ്മൾ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്ത്, ഞാൻ നിങ്ങളെടുത്ത് വിശ്വാസം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് നല്ല രീതിയിൽ എപ്പോഴും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, ഞാൻ എന്തെങ്കിലും ഒരു ലാഭത്തിനും വേണ്ടിയിട്ട് ഞാൻ ആ വിശ്വാസം ഒരിക്കലും കളയില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പൊ നമ്മളെ മാർക്കറ്റിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ റീറ്റെയിലിൽ ഒരുപാട് കസ്റ്റമറെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതായിട്ടും നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാല്, ഒരു ബ്രാൻഡിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിക്കും പ്രൈസ് അല്ല നോക്കേണ്ടത്, ആ കമ്പനിന്റെ പിന്നെ സർവീസിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. ശരിക്കും ഈ പ്ലൈവുഡിൽ 2 കാറ്റഗറി ബയേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്ന് പ്രൈസ് റേഞ്ച് ആണ്, ഒന്ന് ക്വാളിറ്റി ആണ്. പ്രൈസ് റേഞ്ച് പിന്നെ ആ ഒരു അപ്ലിക്കേഷൻ അങ്ങനെ ആയിരിക്കും. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങാൻ, ഓൺ പർപ്പസിന് വാങ്ങാൻ, അല്ലെ സ്വന്തം വീട്ടിലേക്ക്, അങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫ് വേണം എന്നുള്ള ഒരു കൺസിഡറേഷനുള്ള ആൾക്കാരാണ് ഈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. അപ്പൊ ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ആളുകളെ മൈൻഡിലേക്ക് ആ ട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബ്രാൻഡിങ് മസ്റ്റ് ആണ്. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ലാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ലെവലിൽ നമ്മളും ബ്രാൻഡിങ് മാത്രം ചെയ്താൽ പോരാ. ബ്രാൻഡിങ് മാത്രം ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മള് പറയുന്ന ആ ഒരു ട്രസ്റ്റ് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താണോ കസ്റ്റമർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ആ ട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നമ്മളെ ബ്രൗഷറിലോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ വെബ്സൈറ്റിലൊക്കെ പറയുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ ഒരിക്കലും ഹോണസ്റ്റിയോട് കൂടി നമ്മള് വിത്തൗട്ട് ക്വാളിറ്റി ബ്രാൻഡിങ് നിലനിൽക്കൂല, അത് അതുപോലെ പൊട്ടിപ്പോകും, ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ 100% അതിനോട് നമ്മൾ നീതി പുലർത്തണം. നമ്മുടെ നാട്ടില് പിന്നെ ഭയങ്കരമായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട പല സ്ഥാപനങ്ങളും എല്ലാന്നുണ്ടെങ്കിൽ പല ബ്രാൻഡുകളും ഇന്ന് ഇല്ലാതായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആ പറഞ്ഞ ക്വാളിറ്റി കസ്റ്റമർ എടുത്ത് അവരത് പാലിച്ചില്ല എന്നുള്ളതാണ്. ക്വാളിറ്റിന്റെ മാത്രല്ല, പിന്നെ പറയാ പിന്നെ ക്വാളിറ്റി പ്ലൈവുഡ് ആണ്. ഓക്കെ, ഞങ്ങളിപ്പോ ഏറ്റവും ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മള് പ്ലൈവുഡ് നമ്മൾ ചെയ്യുന്നത്. ആ ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ കൊടുത്ത ഇഷ്യൂസ് വരാം. പ്ലൈവുഡ് ആണ്, ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ചിലപ്പോ ഇഷ്യൂ, പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷെ അതിന് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സർവീസ് നമ്മൾ 100% ജെന്യൂനായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാലും നമുക്കിപ്പോ മുന്നേ അറിയാലോ, നമ്മളെ കൊറിയൻ ഇൻഡസ്ട്രിയിലെ ആളുകളാണ്, ഒരുപാട് വർഷങ്ങളായിട്ട്. ഇപ്പൊ ഞാൻ നമ്മളെ ഷോപ്പ് ഏകദേശം 40 വർഷമായി മലപ്പുറത്ത്. ഇവിടുത്തെ എല്ലാ ലീഡിങ് ബ്രാൻഡുകളും നമ്മളവിടെ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല, എല്ലാ ബ്രാൻഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നമുക്ക് ഈ ബ്രാൻഡുകളൊക്കെ കൊടുക്കുന്ന സർവീസ് എന്താന്നുള്ളത്. അന്നത്തെ പല ബ്രാൻഡുകളൊന്നും ഇല്ല അല്ലെ, കേരള മാർക്കറ്റില് പല ബ്രാൻഡുകളൊന്നും ലീഡിങ് പൊസിഷനിൽ പല ബ്രാൻഡുകളൊന്നും ഇല്ല. അതിന്റെ ഒരു മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അല്ല, ഈ സർവീസിന്റെ കൂടെ തന്നെ ഇപ്പൊ എനിക്കതിലൊന്നും ആഡ് ചെയ്യാനുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാരണം തന്നെ നമ്മളെ പ്ലൈവുഡ് ഇൻഡസ്ട്രിയാണ് ശരിക്കും ഏറ്റവും പറ്റിക്കാൻ എളുപ്പം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 710 ഒരു പ്ലൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ PF ഗ്ലൂ ഉപയോഗിക്കണം തന്നെയാണ് സ്റ്റാൻഡേർഡും. അതുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉള്ളൂ. ആ ഗ്ലൂക്ക് പകരം വേറെ യൂസ് ചെയ്താൽ കസ്റ്റമർക്കോ ഇപ്പൊ നമുക്ക് റീറ്റെയിലർക്കോ ഇത് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ അവിടെയാണ് കമ്പനി എത്തിക്സ് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ അതിൽ പറയുന്ന സാധനം ഇപ്പൊ സിൽവർ അല്ലെങ്കിൽ യൂക്കാലി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് ലാക്ക് ചെയ്യണം, അല്ലാതെ സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓപ്പൺലി പറയണം ഈ മെറ്റീരിയൽ സ്റ്റോക്ക് ഇല്ല, എനിക്കത് തരാൻ പറ്റൂല. പകരം ഏത് ഇട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു ആളുകൾ. നിങ്ങളെ ഈ വുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോ അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ ഒരു കാര്യം പറയാം. അപ്പൊ നമ്മൾ പറയണം, ഇപ്പൊ ഗർജന്റെ വുഡ് എന്ന് പറഞ്ഞാല് ഗർജന്റെ വുഡുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, പക്ഷെ റബ്ബർ
മരം പിന്നെ ഗർജനിൽ കളറാക്കിയിട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോ കേരളത്തിൽ നിന്ന് വരുന്ന കമ്പനികൾ ഈ പറയുന്ന കണക്കിന് ബ്രാൻഡുകൾ ഇല്ല. അതായത് ഒരു ഈ പറയുന്ന വിരലിലുണ്ടാവുന്ന ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി മോസ്റ്റ്ലി ഈ മാർവാടി കമ്പനീസ് തന്നെയാണ് ശരിക്കും കേരളത്തിൽ നല്ല ഇന്ത്യയിലെ എൻറ്റയർ പ്ലൈവുഡിന്റെ മാർക്കറ്റ് ഷെയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ടാക്കാത്തതിന്റെയും ഒരു പരിധിക്കപ്പുറം അതിന്റെ മേലെ ബ്രാൻഡിങ്ങിന്റെ മേലെ നിൽക്കാത്തതിന്റെ ഒക്കെയാണ് ഇപ്പോ നമ്മളെ ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ ഈവൻ നമ്മളെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാരും ഒരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ടേൺ ഓവർ ആണ് ഇപ്പോഴും നടക്കുന്നത്. അല്ലെങ്കിൽ അതിനെക്കാട്ടും ഒരു 50% ഗ്രോത്ത് വന്നാലും 10 വർഷം ആഫ്റ്റർ 10 years 50% ഗ്രോത്ത് ഉണ്ട് എന്നാ നമ്മൾ പറയാ. ബേസിക്കലി ഇതിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് 50% ഡീഗ്രോത്ത് ആണ്. ശരിക്കും നമ്മൾ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ടേൺ ഓവർ കൂട്ടാനും അതിനനുസരിച്ചിട്ട് ഒബ്വിയസ്ലി GPനെ അപേക്ഷിച്ചിട്ട് NP വളരെ കുറഞ്ഞു അല്ലേ? ഓരോ വർഷവും നമ്മുടെ എക്സ്പെൻസ് കൂടി വരല്ലേ, അതിനനുസരിച്ച് നമ്മളെ മാർജിൻ പിന്നെ കയറുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ നമ്മൾ ടെക്നോളജിയുടെ മേലെ പോകേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ എത്രത്തോളം പുതിയതിലേക്ക് അപ്ഡേറ്റ് ആയി പോകുന്നോ അത്രത്തോളം അപ്ഡേറ്റ് ആയി പോവുക എന്നുള്ളത് തന്നെ. ഇതിന് വേറെ വഴി ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് കട്ട് ഇല്ല. നമുക്ക് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ഇതിന് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട് എന്നൊക്കെ. ഇതിന് വളരെ ജെന്യുവിൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ബിസിനസ്സിനെ അപ്ഡേറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ട്. അതിനപ്പുറത്തേക്ക് ഷോർട്ട് കട്ട് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അല്ല അതന്നെയാണ് കാര്യം എന്തുവന്നാലും നമുക്കതൊരു ടേൺ ഓവർ കൂട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ GP കൂട്ടുക എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റിൽ നടക്കൂല, പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് പിന്നെ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ കൊണ്ടുവരണം. അങ്ങനെ വാല്യൂ അഡീഷൻ പ്ലൈവുഡിനൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളെ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് ഇതിന് വളരെ കുറഞ്ഞ സ്പെക്സേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സ്പെക്ക് എന്ന് പറയുന്നത് ലിമിറ്റാ. പിന്നെ നമുക്ക് ഇതിനെ ഓൾട്ടർനേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് PVC അതായത് ഷീറ്റ്സുകൾ ഉണ്ട്. അതായത് പ്ലൈവുഡിന് ഓൾട്ടർനേറ്റ് ചെയ്യാൻ അവിടെയുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്താ പറയുക, ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ 0.7 ഡെൻസിറ്റി എന്താ പറയാ, കസ്റ്റമർ സ്പെക്ക് വരെ 0.7. നേരത്തെ പറഞ്ഞൊരു ട്രസ്റ്റിന്റെ പ്രശ്നം അവിടെ ഇരിക്കും. അതായത് ആ ബ്രാൻഡ് കൊടുക്കുന്ന ഒരു ട്രസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ ആ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന ഒരു ട്രസ്റ്റും ഉണ്ട്. അവിടെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കേണ്ടത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഗ്ലാസ്കോ വ്യത്യസ്തമായിട്ട് നിൽക്കണം. കാര്യം 0.7 ഡെൻസിറ്റി എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് 0.7 ഡെൻസിറ്റിക്ക് 4500 രൂപ, മറ്റേത് 0.7 ഡെൻസിറ്റിക്ക് എന്തുകൊണ്ട് 3500 രൂപക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് സാധാരണ ഒരു കസ്റ്റമറെ നമ്മളത് വ്യക്തമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇവരാകെ അറിയുന്നത് ഈ ഡെൻസിറ്റി വെയിറ്റ് നോക്കാൻ മാത്രമാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളിപ്പോ PVC WBC ക്യാപിറ്റലിലെ ബ്രാൻഡിൽ ജസ്റ്റ് ഒരു 1 month ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ റേറ്റ് കൂടുതലാന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ക്വാളിറ്റി നമുക്ക് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റേറ്റ് കൂടും. അപ്പൊ ഞങ്ങള് ഇപ്പൊ പ്ലൈവുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കസ്റ്റമർ, നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു കസ്റ്റമർ, അവര് PVC ഞങ്ങൾ സമീപിച്ചപ്പോ 0.7 ഡെൻസിറ്റിയിലുള്ള പ്രൊഡക്റ്റ്, ഞങ്ങളുടെ പ്രൊഡക്റ്റും അവരെടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റും പിന്നെ 1000 രൂപയുടെ ഡിഫറൻസ് ആണ്. ഒരു ഷീറ്റുമേ 1000 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മളെ സ്റ്റാഫാണ് GM-ഉം TM-ഉം കൂടെ അവിടെ പോയിരുന്നത്. അപ്പൊ അവരെന്നെ വിളിച്ചു 6 രൂപ. നമ്മൾ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഒരു 100 രൂപ 150 രൂപ ഒക്കെ ഓക്കെ, 6 രൂപ ഒരിക്കലും. അപ്പൊ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യ്, നിങ്ങൾ അവിടുന്ന് അവരെ ഷീറ്റിന്റെ ഒരു ചെറിയൊരു പീസ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ ഷീറ്റിന്റെ ഇവിടെ നമ്മളെ ഹെഡ് ഹൗസിൽ വന്നതിന് ശേഷം അവര് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ നമ്മളെ ഷീറ്റ് അതേ സൈസിൽ നമ്മളെ ഷീറ്റ് മുതൽ പീസ് കട്ട് ചെയ്തു. രണ്ടും 0.7 ആണ്. ഇത് തമ്മിലുള്ള വെയിറ്റിന്റെ വേരിയേഷൻ, ഡെൻസിറ്റിന്റെ വേരിയേഷൻ നമുക്ക് തൂക്കിയപ്പോ തന്നെ ആ ചെറിയ പീസ് ഈ ഒരു ഇപ്പോഴുള്ള പീസാണ്. അതിമ തന്നെ 10 ഗ്രാമിന്റെ ഒക്കെ ഡിഫറൻസ് ആണ് പിന്നെ വരുന്നത്. അപ്പൊ അവര് ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ എത്ര ഡിഫറൻസ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 0.7 പറഞ്ഞു കൊടുക്കുന്ന സാധനം 0.6 പോലും ഇല്ല. അപ്പൊ കസ്റ്റമർ ശരിക്കും എന്ത് ചെയ്യാണ്,
അവര് ചീറ്റ് ചെയ്യാണ്. പക്ഷെ എന്നാലും അത് കസ്റ്റമർ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതിലെ ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ PVC-ന്റെ കാര്യം വന്നപ്പോ തന്നെ ഇപ്പൊ PVC-ൽ 0.7 ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാർഡ്ലി 35.4 കിലോ വെയിറ്റ് വേണമെന്നാണ് 17 mm. 2% അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിരുന്നാൽ പോലും ഇത് നമ്മൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരേ വെയിറ്റ് കിട്ടുന്ന 2 ക്വാളിറ്റി വരുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽഷ്യം ആഡ് ഓൺ ചെയ്യാം, അതിന് പകരം PVC കുറയ്ക്കാം. അല്ല ഇതെന്താ മാർക്കറ്റിൽ 2 രീതിയിലുള്ള ചീറ്റിംഗ് നടക്കുന്നത്. ഒന്ന്, ആളുകൾ ഡെൻസിറ്റി കുറച്ചിട്ട് ഇപ്പൊ 0.7 എന്ന് പറയണ ചിലപ്പോൾ 0.6 അല്ലെ 0.65 അല്ലെങ്കിൽ അതിന് താഴെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ. പിന്നെ ഒന്നുള്ളത് ഡെൻസിറ്റി സെയിം ആക്കാൻ പറ്റും നമുക്ക്. അതായത് പ്രൊഡക്ഷനിൽ ഇപ്പൊ മുനവർ പറഞ്ഞ പോലെ PVC-ന്റെ കണ്ണിന് ശരിക്കും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു 50% അബോവ് PVC-ന്റെ കണ്ടന്റ് അതിൽ വേണം. അപ്പൊ ഒരു 30-35% കാൽസ്യത്തിന്റെ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ഈ കാൽസ്യത്തിന്റെ കണ്ടന്റ് 50% ആക്കി PVC-ന്റെ കണ്ടന്റ് 35% കൊടുക്കുമ്പോ ആ റേറ്റിൽ എന്ത് ചെയ്യാണ്, ഭയങ്കര വേരിയേഷൻ വരികയാണ്. ക്വാളിറ്റി കാര്യമായിട്ട് ബാധിക്കും, അത് വേറെ കാര്യം. അപ്പൊ എന്താ ചെയ്യുന്നത്, റേറ്റ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാണ്. പക്ഷെ വെയിറ്റ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ക്വാളിറ്റി എന്തിനാ. അപ്പൊ ആളുകൾ ഇത് നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവും, 0.7 വെയിറ്റ് ഉണ്ട് ഇതിലൊക്കെ. പക്ഷെ നമ്മളെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും വലിയ ഡിഫറൻസ്. ഇപ്പൊ ഇതിലൊക്കെ ഇപ്പൊ ട്രേഡർമാരാണ് ശരിക്ക് എൻഡ് കസ്റ്റമറെ നമ്മള് എഡ്യൂക്കേറ്റ് ചെയ്യണതിനും ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങള് പ്യൂർലി മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. 2009 ഫസ്റ്റ് ഡോറിന്റെ യൂണിറ്റ് ഇട്ട് അങ്ങനെ ഞങ്ങള് ശരിക്കും ഡോറിന്റെ ഒരു വീടിന്റെ കംപ്ലീറ്റ് വുഡൻ സൊല്യൂഷൻസ് ഇപ്പൊ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും താക്കക്ക്. അപ്പൊ ഞങ്ങളിപ്പോ അടുത്തൊരു ലെവലിലേക്ക് ചിന്തിക്കുന്നത് ശരിക്കും അടുത്തൊരു 5 yearsന്റെ ഉള്ളില് ഓൾ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും 1-2 ഞങ്ങളെ തന്നെ കൗണ്ടേഴ്സ് കസ്റ്റമേഴ്സിന് ഒരു എക്സ്പീരിയൻസ് സെന്റർ, സെല്ലിംഗ് പോയിന്റ് അല്ല, എക്സ്പീരിയൻസ് സെന്റർ, ഡോറ്, ഫർണിഷിംഗ് കംപ്ലീറ്റ്. കാരണം നമ്മൾ തന്നെ നമ്മളെ ക്വാളിറ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് ഒരു ടച്ച് ആൻഡ് ഫീൽ കൊടുത്താലേ ആ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഇപ്പൊ റീറ്റെയിലർക്ക് അവർക്ക് മാർജിൻ കിട്ടുന്നതായിരിക്കും അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ചിലപ്പോൾ അവര് പറയുന്ന പോയിന്റിൽ നിൽക്കും. പക്ഷെ ക്വാളിറ്റി ഇപ്പൊ പറഞ്ഞ പിന്നെ കാൽസ്യം കണ്ടന്റും മറ്റും മറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കമ്പനി ഓതറൈസ്ഡ് ആളുകൾ ഇതുണ്ട്. കസ്റ്റമർ പറഞ്ഞാലും ഇവര് ഈ റേറ്റിന്റെ ഒരു ഇതിൽ അവരത് അംഗീകരിക്കില്ല. ശരിക്കും നമ്മൾ എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കണം. എന്തുകൊണ്ട് റേറ്റ് ഡിഫറൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്താ ചെയ്യാണ്, പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. എന്താ വെച്ചാല് ഈ ഇപ്പോഴത്തെ ഈ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പ്രൊജക്ട് പിന്നെ കോട്ടെടുക്കുന്ന അവരെ ഇതിൽ മേഖലയിലും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. വളരെ കുറഞ്ഞ പിന്നെ കോസ്റ്റിനൊക്കെയാണ് ഇവര് വർക്ക് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചിലപ്പോ അവര് പല ആളുകളോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ റേറ്റിലെ ഞങ്ങൾക്കിത് പിന്നെ നമുക്കത് എന്തായാലും കാരണം നമ്മളെ കോസ്റ്റിലേക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ വലിയൊരു വിഷയം എന്താന്ന് വെച്ചാല് ശരിക്കും നമ്മളെ സ്ഥാപനത്തില് നമ്മള് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് സെന്റർ കൊടുക്കണം എന്ന് പറയാൻ, അത് നിങ്ങളെ പെയിനാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാല് ഒരു പ്രൊഡക്ഷൻ എടുക്കുന്ന ഒരാളെ പെയിനാണ്. നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി കൊടുത്തിട്ട് ആ ഒരു ക്വാളിറ്റി കസ്റ്റമറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനുള്ള പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ്. റീറ്റെയിൽ ത്രൂ ആണല്ലോ അത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനി സ്റ്റാഫ് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ത്രൂ ആണ് അത് പോവുക. ഇത് ഈ പോകുന്നത് പ്രോഫിറ്റിനും വേണ്ടി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമുക്കേ പോളിസി വെക്കാൻ പറ്റുള്ളൂ, നമുക്കുള്ള എത്തിക്സേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് പോളിസി വെച്ച് അവരെ എത്തിക്കലി കൊണ്ടുവരാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക കമ്പനികളും ഡയറക്റ്റ് മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോ എന്താ അറിയോ, നമ്മളെ സത്യസന്ധമായ ബിസിനസ് ചെയ്യുമ്പോഴ് സമ്മതിക്കണില്ല സത്യം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഡിസ്കഷനിൽ ഈ PVC-ന്റെ കാര്യങ്ങൾ ഡിസ്കഷനിൽ വന്നപ്പോഴേ അവര് ഇത് പറയും നമ്മൾ എങ്ങനെ ഇത് സെയിൽ ചെയ്യും, ഇതാണ് മാർക്കറ്റിലെ അവസ്ഥ. അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എത്തിക്സിനെ അത് ബാധിക്കുന്ന കാര്യം, അതുകൊണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനും പറ്റൂല. അതാണ് വിഷയം. ഇപ്പൊ നമ്മളിപ്പോ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളൊരു റിലേറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായതല്ലേ,
ഇപ്പൊ നമ്മൾ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മളൊരു നൈബർ ഓവർ ആരെങ്കിലും നമ്മളെടുത്ത് വന്നിട്ട് ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്വാളിറ്റി പക്ക പറഞ്ഞിട്ട് ഒരു 4000 രൂപയുടെ സാധനം അല്ലെങ്കിൽ വട്ടവർ ഒരു 10000 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും 12000 എടുത്താൽ മതി, ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം, നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് ഇതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഈ കസ്റ്റമർ മനസ്സിലാക്കുന്നത് ഈസ് എ ബിസിനസ് മാൻ, അവനൊരു കച്ചവടക്കാരനാണ്, അത് അവന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ പറയുന്ന കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കൗണ്ടർ ചെയ്യാൻ വേറെ വഴിയില്ല. കാര്യം നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളത്ര പോലും പ്രൊഡക്റ്റിനെ പറ്റി അറിയാത്ത ഈ പ്രൊഡക്റ്റ് കേട്ട് മാത്രം പരിചയമുള്ള ഒരാൾ പറയുന്ന അഭിപ്രായത്തിനാണ് ഇവർ മാനിക്കുന്നത്. അതിന്റെ റീസണ് ഒരു പരിധി വരെ ഇത് തന്നെയാണ്. അതായത് കസ്റ്റമറിലേക്ക് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഗ്ലാസ് കോട്ട് ട്രേഡേഴ്സ് ഒക്കെ ചെയ്തൊരു സാധനം എന്താന്ന് വെച്ചാല് നമ്മൾ കുറച്ചും കൂടി ട്രസ്റ്റി ആണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മള് സോഷ്യൽ മീഡിയയില് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. കാര്യം പ്രൊഡക്റ്റിന്റെ പിന്നെ ഓരോ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇടാൻ തുടങ്ങി. ഞാൻ വൺസ് പറഞ്ഞത് അവിടെ റെക്കോർഡാണ്. എനിക്ക് പിന്നെ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലും റെക്കോർഡാണ്. ഞാൻ ക്വാളിറ്റി ഉള്ള സാധനമേ കൊടുക്കുള്ളൂ. ക്വാളിറ്റി ഉള്ള സാധനം മാത്രം റീറ്റെയിലിൽ കൊടുക്കാൻ പറഞ്ഞാൽ പോസിബിൾ അല്ല. കാര്യം ഒരു ബ്രാൻഡിന് അത് പറയാം. ഇവിടെ ഈ 100 രൂപന്റെ സാധനം 100 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനത്തിന് 100 രൂപന്റെ ക്വാളിറ്റി കൊടുക്കാൻ പറ്റണം. അതിനവിടെ 10000 രൂപന്റെ ക്വാളിറ്റി കൊടുക്കാൻ പറ്റണം. എന്നിരുന്നാലും 100 രൂപന്റെ ക്വാളിറ്റി കൊടുക്കണം. അവിടെ പോയിട്ട് 60 രൂപന്റെ ക്വാളിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീറ്റ് ചെയ്യപ്പെടുകയാണ്. നേരെ മറിച്ച് 100 രൂപന്റെ 110 കൊടുക്കാം, 100 കൊടുക്കാം. അത് നമ്മളെ കഴിവാണ്. അതായത് നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. അത് ചെയ്യാനാണ് റീറ്റെയിൽ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സാധനം അതാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 10000 രൂപ ബഡ്ജറ്റ് ഉള്ള വീടിന്റെ ഒരു ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞ കസ്റ്റമർ സെഗ്മെന്റ് ഇപ്പൊ ഷമീർക്ക് പറഞ്ഞ പ്രശ്നം നമുക്കുണ്ട്. ഇപ്പം ഒരു ആളുകളെ ഇടയിൽ പോയി പ്രൈസ് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് തന്നെ ശരിക്ക് പ്ലൈവുഡ് പുറത്തുനിന്ന് എടുത്ത് ചെയ്താലാണ് ലാഭം എന്നൊക്കെ തോന്നി പോകാറുണ്ട്. ചിലപ്പോ നമ്മളെ കോസ്റ്റിന് മാർക്കറ്റില് സെല്ല് ചെയ്യാൻ ഞങ്ങൾക്ക് ഡീലർമാർക്ക് പറ്റുന്ന ഒരുപാട് പ്ലൈവുഡ് ഉണ്ട്. അയ്യോ ശരിക്കും ഞങ്ങളൊക്കെ കേസിലേ ഇപ്പൊ പ്ലൈവുഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈവൻ ഇപ്പൊ എക്സാമ്പിൾ PVC തന്നെ പറയാം. ഞങ്ങള് 0.7 റേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് പറയാം നമ്മളത് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ സാധനം എടുത്തില്ല. ഞങ്ങൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ്കോ ശരിക്കും ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് പ്രൊഡക്ഷൻ എടുപ്പിക്കുന്നുണ്ട്. ഞങ്ങള് ലീസ്റ്റിൽ പർച്ചേസ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോലും ഇത് ഒരു രീതിയിലും 0.7 അല്ലെങ്കിൽ 0.6 ആ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. സ്റ്റാഫിന്റെ അടുത്ത് വരും നമ്മുടെ അടുത്ത് റേറ്റ് കൂടുതലാണ്, എനിക്കത് അംഗീകരിക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റർ ഇമ്പോർട്ട് ചെയ്ത സാധനം എടുത്തിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ വന്നാലും ആ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ അവിടുന്ന് ഒരു ഷീറ്റ് എടുത്ത് വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റിലെ വേരിയേഷൻ, രണ്ടാമത് വെയിറ്റിന്റെ വേരിയേഷന്റെ അപ്പുറത്തേക്ക് ആ പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റും തമ്മിൽ ഒരു ബന്ധമില്ല. ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യത്തിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോ ലെഡ് കണ്ടന്റ് ആഡ് ചെയ്തിട്ട് വെയിറ്റ്, അതൊക്കെ ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം ഉള്ള കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ ശരിക്കും ആളുകൾ അതിൽ കൺസേൺ അല്ല അറിയുന്നില്ല. നമ്മളെപ്പോഴും ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലുള്ള പോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ബേസിക്കലി ഇല്ല. നാട്ടുകാര് അല്ലാന്നുണ്ടെങ്കിൽ പലരും ചീപ്പ് ആൻഡ് ബിസിനസ്സുകാരൻ ഉണ്ടാക്കിയ ഒരു സാധനം. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ. ബെസ്റ്റ് സാധനമാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസ്, ചീപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചീപ്പ് പ്രൈസ് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ചീപ്പ് പ്രൈസിന് ബെസ്റ്റ് സാധനം കിട്ടുക നമ്മൾ മോഷ്ടിക്കേണ്ടി വരും. അല്ലാതെ അങ്ങനെ ഒരു സാധനം അല്ല. ഈ ബ്രാൻഡിങ്ങിലൊക്കെ ഞാൻ എന്റെ ടീമിനോട് ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ ഞങ്ങൾ തുടങ്ങുമ്പോൾ പറയുന്നത് അല്ല, അഫോർഡബിൾ എന്നോ പ്രൈസ് കുറവെന്നോ ശരിക്കും നിങ്ങൾ കൊടുക്കണ്ട. കാരണം അത് നമുക്ക് കഴിയില്ല. നമ്മളിപ്പോ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ കൊടുത്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ ഏത് ഇൻഡസ്ട്രിക്കും ശരിക്ക് പുറത്തുനിന്ന് ആളുകളെ കാണുമ്പോഴല്ല, നമുക്കൊരു മാർജിൻ വേണം. മാർജിൻ എന്തിനാണ്? ലേബേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് ബാക്ക് എൻഡിൽ ഉണ്ട്. പക്ഷെ ആ മാർജിൻ ഇപ്പൊ ഞാനൊക്കെ ഫസ്റ്റ്ലി ഞങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിൽ ഡോർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, ഡോറാണ് ഫസ്റ്റ് തുടങ്ങിയത്, ഡോർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞങ്ങളെക്കാളും റേറ്റ് കുറഞ്ഞ് ഡോറിൽ ക്രെഡിറ്റ് കൊടുത്തു പോകുന്ന ഒരുപാട് ആൾക്കാർ, ആ കമ്പനികളൊക്കെ പൂട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾ നിലനിന്ന് മാന്യമായ ഒരു മാർജിൻ എടുത്ത് ബിസിനസ് ചെയ്താലേ അത് നിലനിൽക്കുള്ളൂ. സത്യസന്ധമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അത് സാവധാനം കയറുള്ളൂ. ഓക്കെ, പക്ഷെ ആ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് ടൈമിൽ നമുക്ക് വല്ല കയറുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ.
പക്ഷെ നമുക്കൊരു ലോങ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. മനസ്സിലാവാത്തൊരു സാധനമുണ്ട്. അതായത് സത്യസന്ധമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് എന്റെ പേഴ്സ് ഇവിടെ വെച്ച് പോയി, അതിൽ നിന്ന് 100 രൂപ കാണാതെ പോയി, നിങ്ങൾ 100% ആ പൈസ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാ. ഞാൻ പറയണ ഷമീർക്ക് 100 രൂപ എടുത്തിക്കണെന്ന്. ഇതേ അവസ്ഥയാണ് സത്യസന്ധമായിട്ട് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് പറയാണ് നിങ്ങളടുത്ത് പ്രൈസ് കൂടുതലാണ്, നിങ്ങളുടെ പ്രൈസ് കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള ലാഭം കൂട്ടിയെടുക്കാന്ന് നമുക്കത് ഭയങ്കര പെയിൻഫുൾ ആണ്. കാര്യം നമുക്ക് ചില സമയങ്ങളിൽ തോന്നും ഞാൻ എന്തിന് ഇത്ര എത്തിക്കലി നിൽക്കണം, അല്ലാതെ നമ്മളത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അത് കാണുന്നത്. പക്ഷേ കസ്റ്റമേഴ്സ് ആലോചിക്കാണ്ട, കാരണം ഇപ്പൊ ഏത് പ്രൊഡക്റ്റിനും ആദ്യം ഓല് ചോദിക്കുക ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി പിന്നീട് ക്ലെയിം ചെയ്ത് കൊടുക്കണേ കമ്പനി നിലനിൽക്കണം, എക്സിസ്റ്റ് ആവണ്ടേ. നാളെ ബ്രാൻഡ് മാറി അവര് വേറെ അടിച്ചുകൊണ്ടെന്നാൽ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കുറച്ച് അനുഭവമുണ്ട്. അതായത് ഞങ്ങള് പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ വന്ന്, അതായത് 2012 ഞാൻ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഗ്ലാസ്കോ ട്രേഡേഴ്സ് തുടങ്ങുന്നത് 2012. ആ സമയങ്ങളിൽ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ എടുത്ത് ചെയ്യാനും അതിന്റെ കൂടെ തന്നെ അഫോർഡബിൾ ആയിട്ട് നേരത്തെ പറഞ്ഞ കുറച്ച് ബ്രാൻഡുകൾ എടുത്ത് ചെയ്യാനും തുടങ്ങിയിരുന്നു. കസ്റ്റമർ ഡിമാൻഡ് അതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ് എടുത്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇന്നും ഗ്ലാസ്കോ ട്രേഡേഴ്സിന് ഒരു മാസം ഒരു 2-3 lakhs നമ്മള് ടെർമൈറ്റ് വന്നിട്ടും ഫംഗസ് വന്നിട്ടും ഒക്കെ കംപ്ലൈന്റ് വന്ന് സൈറ്റിൽ പ്രോബ്ലം ഉള്ള സൈറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം അവിടെ പറഞ്ഞത് ഗ്ലാസ്കോ ആണ്, അല്ലെങ്കിൽ മുനവറോ അല്ലെങ്കിൽ അവരോടുള്ള സ്റ്റാഫാ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് പ്ലൈവുഡ് കൊണ്ടേക്കോ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ മതി. അന്ന് ഞങ്ങളെ വിവരക്കുറവായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടാണോ അറിയില്ല, ഞങ്ങളത് അങ്ങനെ പറഞ്ഞു. അത് ഞങ്ങൾ പാലിക്കേണ്ട വാക്കതിനെ കൊണ്ട് ഇന്നും ഒരാഴ്ച മുന്നേയും അന്നത്തെ കംപ്ലൈന്റിന് ഞങ്ങൾ ഓൺ കോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കമ്പനി ഉണ്ടാവില്ല. ചിലപ്പോ ആ കമ്പനി ഉണ്ട്, ഇല്ലാത്ത കമ്പനികളുണ്ട്, ഉള്ള കമ്പനികളുണ്ട്. ഉള്ളവർക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട് അത് തരാതിരിക്കാൻ. അതായത് മാക്സിമം എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുന്നതാണ് റിസർച്ച് ചെയ്തു. നമുക്കത് നമ്മൾ റെസിഡൻഷ്യലി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100% നമ്മളെ കസ്റ്റമർ നാളെയും ഇവരെ വരാള് അല്ലെങ്കിൽ ഇവരെ കെയർ ഓഫിലെ വരാള്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം 8 കസ്റ്റമർ ആയിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഡേത്തെ കസ്റ്റമർ. ഇനോഗ്രേഷൻ ഡേ കഴിഞ്ഞിട്ടുള്ളത് ആ 8 ഉള്ളത് നമ്മൾ ഒരു സ്റ്റോറിൽ 80 എത്തിയിട്ടുണ്ടെങ്കിൽ 10x വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റിനെ നമുക്ക് ഒരു രീതിയിലും പൊട്ടിക്കാതെ കൊണ്ടുപോവാ എന്നുള്ളതാണല്ലോ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത്. ആ പ്രിഫറൻസ് പോലും എടുക്കാത്ത പല സ്ഥാപനങ്ങളും എല്ലാരും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും എത്തിക്കലി ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, 100% അങ്ങനെ ഉണ്ട്. അതിന്റെ കൂടെ ഇതല്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്യുന്ന എല്ലാ രീതിയിലുണ്ട്. അപ്പോൾ കസ്റ്റമർ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഉണ്ട്, ബിസിനസ് ചെയ്യുന്ന ആളുകളെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഉണ്ട്, എല്ലാ സൈഡിലും ഈ വിഷയമുണ്ട്. ശരിക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സെഗ്മെന്റ്, ഇപ്പൊ എന്റെ ഡോറിന്റെ സെഗ്മെന്റിൽ ഞാനിത് നല്ലോണം ഫേസ് ചെയ്യാറുണ്ട്. ഗ്യാരണ്ടി ടേംസ് ശരിക്ക് ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം ടെർമേറ്റിന് ശരിക്കും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ശരിക്കും ടെർമേറ്റ്. നമ്മളിപ്പം ഗ്യാരണ്ടി ടേംസിലൊക്കെ ടെർമേറ്റിന് ഗ്യാരണ്ടി ഇല്ലാന്ന് പറഞ്ഞാലും ഈ ഡോറിന്റെ കേസിൽ വരുമ്പം അധികം സാധാരണക്കാരാണ് ഇത് ഫേസ് ചെയ്യുക. സാധാ ആളുകള് ചെറിയ വീട് ഒപ്പിച്ചിട്ട് എടുക്കുക. ഇപ്പൊ ഞങ്ങളുടെ ഡോറൊക്കെ ആ റേഞ്ചുള്ള പ്രൈസ് റേഞ്ചുള്ള ഡോറുകളുണ്ട്, ബഡ്ജറ്റ് പ്രൈസിലുള്ള ഡോറുകളുണ്ട്. അപ്പൊ ഇതിൽ കംപ്ലൈന്റ് വന്ന് ഇത് ഒന്ന് മാറ്റി തരുമെന്ന് ചോദിക്കുന്ന സാധാരണ അവിടെ നമ്മളെ ബ്രാൻഡിന്റെ ട്രസ്റ്റ് നോക്കും. അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കില്ല. ഇപ്പൊ നമ്മുടെ ഡീലർ നല്ലതായിരിക്കും, കസ്റ്റമർ ഇങ്ങനെ ഒരു ആവശ്യക്കാരനാകുമ്പോൾ നമ്മളത് മാറ്റി കൊടുക്കുകയാണ്. ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഗീവ് ബാക്ക് എന്നുള്ള രീതിയിൽ അത് മാറ്റി കൊടുക്കേണ്ടിയും വരും. അതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു വിധം കച്ചവടമൊക്കെ ഇപ്പൊ നിങ്ങൾ കച്ചവടം തുടങ്ങിയ സമയത്ത് നിങ്ങളെ ഫാദർ പറഞ്ഞിട്ടുണ്ടാവും നമുക്കൊരു ഗുഡ് വില്ലുണ്ട്, അതിനെ കേടെടുത്താൻ നിൽക്കരുത്, എന്ത് കളിയും കളിച്ച് അതിനുള്ളിൽ നിൽക്കണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവും. ഈ പുതിയ ജനറേഷനിൽ വരുന്ന എല്ലാരെയും പറയാൻ പറ്റില്ല. പുതിയ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് സ്റ്റാഫ് ഇറങ്ങിയിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. ഇവർക്ക് ഇതിന്റെ 360 ഡിഗ്രി ഇവർ കണ്ടിട്ടില്ല. ഒരു ബിസിനസിന്റെ 360 ഡിഗ്രി കാണുന്നത് അതിനെ മേലെ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ്. ബാക്കി ഇപ്പൊ GM ആയിക്കോട്ടെ, CEO ആയിക്കോട്ടെ, ഈവൻ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ കാണുന്നത് അവരുടെ ആംഗിളിൽ മാത്രമാണ്. നമ്മളാണ് ഈ 360 കാണാം. അപ്പൊ നമ്മളെ ആംഗിൾ ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇവരൊക്കെ ഈ പുതിയൊരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇവരെ രീതിയിൽ അതിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവിടെ 100 രൂപ കൊടുക്കണ്ടോ, ഇവിടെ 95 രൂപ കൊടുക്കുക. ഇത് എന്ത് പ്രൊഡക്റ്റ് കൊടുക്കുന്ന, ഏത് രീതിയിൽ കൊടുക്കുന്നു എന്നുള്ള ഒന്നല്ല കൺസേൺ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 രൂപന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവനക്ക് 95 കൊടുക്കണം എന്നുണ്ടെങ്കിൽ 95 രൂപന്റെ പ്രൊഡക്റ്റും കൊണ്ടുവരണം, അല്ലെങ്കിൽ 90 രൂപന്റെ പ്രൊഡക്റ്റും കൊണ്ടുവരണം. ഇതാണ് 95 കൊടുക്കുക. അപ്പൊ നാളെ പുതിയൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ 85 കൊണ്ടിട്ടാ പ്ലേസ് ചെയ്യുന്നത്.
അപ്പൊ ശരിക്കും നമ്മളെ മാർക്കറ്റും നമ്മളെ എൻ്റയർ ഇൻഡസ്ട്രി നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് നമുക്കൊരു ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച് പറയില്ലേ, നമ്മള് തുടങ്ങിയ സമയത്ത് അന്ന് 100% ഗർജൻ പ്ലൈവുഡാ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് 100% ഗർജൻ പ്ലൈവുഡ് എന്ന് പറയുന്നത് 100 ട്രക്കിൽ 2 ആയിരിക്കും പോകണം. അത്രയും അല്ല, ഞങ്ങള് ക്യാപിറ്റലൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങളെ സെയിലിന്റെ 70% നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതായത് അത് ഗർജൻ പ്ലൈവുഡ് ആണ് അന്ന് ഉണ്ടായിരുന്നത്, ഗർജനാണ് വിറ്റിരുന്നത്. ഇന്നിപ്പോ അത് നേരെ 710 സ്റ്റാർട്ടിംഗ് റേഞ്ചിലേക്ക് അത് പോയി. അപ്പൊ ആളുകളെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ഒന്ന് പിന്നെ ആളുകളെ പെർസ്പെക്റ്റീവ് ഇന്നിപ്പോ ഒന്നിപ്പോ ഇന്റീരിയർ ഒക്കെ പറഞ്ഞപ്പോ ഒരു 5 വർഷം 10 വർഷം കൊണ്ട് എല്ലാം റിനോവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അപ്പൊ അത് മതി ശരിക്കും. ഇതിന്റെ മുന്നത്തെ കൺസെപ്റ്റ് പറഞ്ഞാല് ഏറ്റവും നല്ല പ്ലൈവുഡ്, അത് എത്ര ഗ്യാരണ്ടി കിട്ടുക, എത്ര വർഷം ഗ്യാരണ്ടി, 25 വർഷം 30 വർഷം, അതാണ് ആളുകൾ നോക്കിയിരുന്നത്. അതിന് ഇപ്പോ എനിക്ക് വേറെ കാര്യം ഫേസ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഡീലേഴ്സിനോട് പിന്നെ സംസാരിക്കുമ്പോൾ ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവര് പറയും, നിങ്ങളെ 303 ASI 303 710 അടിച്ചു തരുമോ? അത് ഒരുപാട് ആള് ചോദിക്കാറുണ്ട്. നമ്മൾ അതിന് നിൽക്കാറേ കൂടുതലും ഇതൊക്കെ നമുക്ക് അതർ സ്റ്റേറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിന്റെ അത്ര വലിയ പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അധികം ഈ പിന്നെ 303 പ്ലൈവുഡുമേ 710 അടിച്ചുകൊണ്ടാണ് സെയിൽ ചെയ്യുന്നത്. അറിവില്ലേ ശരിക്കും പറഞ്ഞാല് ഈ പ്ലൈവുഡിനെ ഓൾട്ടർനേറ്റ് ചെയ്യാൻ ഈ സോളിഡ് വുഡിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടാവും? പ്ലൈവുഡിന് ഇപ്പൊ വർഷങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലൈവുഡ് ഇല്ല. ഇപ്പൊ ഈ ഗൂഗിൾ എടുത്ത് നോക്ക്, അടുത്ത പ്ലൈവുഡ് ബൂമിംഗ് ആണ്. അതില് ഇൻഡസ്ട്രിയില് വുഡിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കൂടിയും പ്ലൈവുഡ് അത് കാലാകാലം അതിന്റെ ആ റിക്വയർമെന്റ് അത് എപ്പോഴും അത് മുകളിലോട്ട് ഗ്രാഫ് മുകളിലോട്ട് അല്ലാതെ അത് താഴോട്ട് എന്തായാലും ഉണ്ടാവും. ഒരു വലിയ ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്താന്ന് വെച്ചാല്, സ്വാഭാവികമായിട്ട് ഒരു തടിയുടെ വർക്ക് എടുക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് ആയിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയുടെ തീരുന്നുള്ളതാണ്. ശരിക്കും കസ്റ്റമർക്ക് എപ്പോഴും ഒരു അഫോർഡബിൾ പ്രൈസിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് പ്രൈസിൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും പ്ലൈവുഡ്. എനിക്ക് തോന്നില്ലെന്ന് സോളിഡ് വുഡില് അങ്ങനെ പഴയ കാലത്തുണ്ടെന്നല്ലാതെ ആ ഒരു ട്രഡീഷണൽ മോഡലിലൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റിലേക്കൊക്കെ മാത്രമേ പിന്നെ വരുന്നുള്ളൂ. അല്ലാത്ത ഇതിലൊന്നും എന്റെ അഭിപ്രായത്തിലില്ല. ഇല്ലാതെ വേണമെങ്കിൽ പറയണ്ടേ ഓക്കെ. എന്റെ അറിവിലില്ല, വളരെ റയറാ. പ്ലൈവുഡിന്റെ ആ മാർക്കറ്റ് എപ്പോഴും എവർഗ്രീൻ ആയിരിക്കും തന്നെ ഇപ്പൊ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ അപ്ലിക്കേഷൻ ആ രീതിയിലാണ്. ഇപ്പോ ഞാൻ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞങ്ങള് പാർട്ണർ, ഞങ്ങള് തന്നെ കൂടെ ഉള്ളൊരു വർക്കിംഗ് പാർട്ണർ ഫ്ലഡ് ഉണ്ടായല്ലോ, കഴിഞ്ഞ വലിയൊരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് അവന്റെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് വെള്ളം മൂടിയിട്ടും സാധനങ്ങൾക്കൊന്നും ഒരു കംപ്ലൈന്റ് വന്നില്ല, ഒരു എക്സ്പെൻഷനോ ഒന്നും വന്നില്ല. അപ്പോ അത് നല്ല പ്ലൈവുഡ് ആയതുകൊണ്ടാണ് എന്നുള്ളത് അവന് മനസ്സിലായി, അതിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് മനസ്സിലായി. ആ പ്ലൈവുഡിന്, ആ ക്വാളിറ്റി ഉള്ള പ്ലൈവുഡിന് എന്നും മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ പിന്നെ ഏതായാലും ഇപ്പം ഈ ഒരു ബിസിനസ് അല്ലെങ്കിലും വേറെ ഏത് ബിസിനസ് ആണെങ്കിലും ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കിയത്, ഇപ്പൊ കുറെ ആൾക്കാരായിട്ട് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ മനസ്സിലാക്കിയത്, ഒന്ന് നമ്മളെ എന്ത് പ്രശ്നം വന്നാലും, നമ്മളെ സൈഡിൽ കൂടെ ഇനി മലവെള്ളം വന്നാലും ശരി, നമ്മൾ എന്താണോ എടുത്തൊരു സ്റ്റാൻഡ്, നമ്മൾ ഏത് രീതിയിലാണോ നമ്മളെ കമ്പനിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് മാറാൻ, അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് 100% നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, പിന്നെ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് ആയിക്കോട്ടെ, നമുക്ക് ഏത് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് ഒരു സത്യം. കോൺഫിഡൻസിന്റെ ഒപ്പം മനസ്സമാധാനം, ലൈഫ് ലോങ് നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ള ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കുക. അത് നമ്മൾ ഇങ്ങനെ പൈസ മേടിക്കുന്നതും ലൂട്ട് ചെയ്യുന്നതും തമ്മിൽ ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പൊതുവെ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ് എന്നുള്ള പൊതുവെ ഉള്ള ഒരു അഭിപ്രായമുണ്ട്. അത് നമ്മളെ കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മളെ സൈഡ് അത് മാറ്റിയെടുക്കുക എന്ന് കാണിക്കാനേ പറ്റുള്ളൂ. പിന്നെ ബേസിക്കലി കച്ചവടക്കാരെല്ലാവരും പാവങ്ങളാട്ടോ. അതായത് ഇപ്പൊ ഈ പറയുന്ന അണ്ടർ കട്ട് ചെയ്യുന്നതും ഈ പറയുന്ന ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് വിൽക്കുന്നതും നിവൃത്തികേട് കൊണ്ടാണ്. ബേസിക്കലി ഇപ്പൊ ഞാൻ ഇന്നിപ്പോ വരുന്ന വൈകിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു വലിയൊരു അനുഭവമുണ്ട്. ആള് ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാളെ കുറച്ച് ഗാർമെന്റ്സ് പിടിച്ചു വെച്ചിട്ട് കുറച്ച് പ്രശ്നമാക്കി. അപ്പം ബോംബെയിലാണ് ഇതിന്റെ സെറ്റിൽമെന്റ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിത് പൂട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബാക്കിൽ ഒരു IAS ഓഫീസർ ഉണ്ട്. ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ ബാക്ക് എന്ന് പറഞ്ഞല്ലോ ഒരു സ്ത്രീയാണ്. ഞങ്ങൾ അങ്ങനെയാണ് പൂട്ടിക്കാന്ന് പറഞ്ഞല്ലോ. ഒറ്റയടിക്ക് പരിപാടി ആയിരുന്നു. അപ്പൊ പേര് നോക്കിയപ്പോ ഒരു മലയാളിയാണ്.
അപ്പോ മലയാളത്തിൽ അയാളോട് ചോദിച്ചു, ഒരു സ്ത്രീയോട് ചോദിച്ചു, ഇത് പൂട്ടിക്കാളി എന്ന്, ഇയാളൊരു പോലീസിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് പിന്നെ ബിസിനസ്സിലേക്ക്. പൂട്ടിക്കാളി എന്ന് പറയാൻ ഭയങ്കര എളുപ്പാ. ഞാൻ ഡയറക്ട്ലി 40 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 30 പേർക്ക് ഇൻഡയറക്ട്ലി ജോലി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ടീം ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. അവരൊരു 10-40 പേരുണ്ട്. ഹാർഡ്ലി ഒരു 100 മെമ്പേഴ്സിന് ഞാൻ ജോലി എടുക്കുന്നുണ്ട്. 100 കുടുംബങ്ങളാ ജീവിക്കുന്നത്. നിങ്ങൾ IAS എടുത്ത് നിങ്ങൾ പഠിച്ച് 100 പേർക്ക് പോയിട്ട് 10 പേർക്ക് ജോലി എടുക്കാൻ പറ്റും. ബേസിക്കലി ഒരു ബിസിനസ്സുകാരൻ നമ്മളെ വീട്ടിക്ക് അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ പെരുന്നാളിന്റെ പർച്ചേസ് എടുക്കൽ പെരുന്നാളിന്റെ തലേന്നായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് അപ്പുറത്ത് പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാഫുകൾക്ക് കംപ്ലീറ്റ് ബോണസ് ഒക്കെ കൊടുത്തിട്ട് പെരുന്നാളിന്റെ തലേന്ന് വരുന്ന കളക്ഷൻ അത് അത്രയും നമ്മൾ പെയിൻ അനുഭവിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഒരു കച്ചവടക്കാരന് കൊണ്ടുപോവാ. ശരിക്കും ഇതൊക്കെ ആലോചിക്കുമ്പോ ആ ഒരു സൈഡ് നോക്കുമ്പോഴും ശരിക്കും മാർക്കറ്റും ഈ പറയുന്നതൊക്കെ ചെയ്യാൻ ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് SMEസിലാണല്ലോ. ബിസിനസ്സിന് അതിനുള്ള ഇൻകം, അതിനുള്ള ഈ ജോലികൾ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്റെ എല്ലാ യൂണിറ്റിലൂടെ ഒരു 500+ ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ഇൻകം അവരെ കുടുംബം ഇൻഡയറക്ട്ലി അങ്ങനെ ഒരു ശരിക്കും ഒരു ഇതിന്റെ ഒരു ബാക്ക് ബോൺ, ഒരു സ്റ്റേറ്റിന്റെ ബാക്ക് ബോൺ. അല്ല, നമ്മൾ ഇത്ര ആളുകളെ പ്രാർത്ഥന മതി നമുക്ക് മുന്നോട്ട് പോകാൻ. എന്താ അല്ലേ അതിന്റെ ഏറ്റവും വലിയ ഇത്ര ആളുകൾ ജോലി എടുത്ത് എത്ര ആളുകളെ ഇതാണ് പിന്നെ ജീവിതമാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഭയങ്കര ഇതല്ലേ, വലിയൊരു കാര്യമല്ലേ. അവരുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ നമ്മൾ പല പ്രശ്നങ്ങളും തരണം ചെയ്തൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് എല്ലാ കാലത്തും നമുക്ക് ഇതേപോലെ തന്നെ ഒരുമിച്ച് കൊളാബ് ചെയ്തിട്ട് പോകാം. ഇതേപോലെ വിഷയങ്ങൾ സംസാരിക്കാനും ഈ എന്താ പറയാ പലർക്കും പ്രശ്നങ്ങളുണ്ട്, പലർക്കും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരേപോലെ ബിസിനസ്സിനെ കൊണ്ടുപോവാന് ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് നമുക്ക് എന്നും നമ്മളെ കൂടെ വേണ്ട സാധനം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾ കുറെ സോഷ്യലി കമ്മിറ്റഡ് ആണ്. ആ സാധനങ്ങളൊക്കെ നമ്മൾ എന്നും കൊടുക്കാനുള്ള ഒരു പിന്നെ കാര്യം നമുക്ക് ദൈവം നമുക്ക് തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. സോ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എന്താ പറയാ ഇതേപോലെ തന്നെ ഇനിയും സംഗമിക്കാൻ കഴിയട്ടെ. ഓക്കെ.